ബ്രഹ്മയുഗം മൂവി വേൾഡ് വൈഡ് 50 CRൽ ഇടം പിടിച്ചപ്പോൾ പല ഓൺലൈൻ മീഡിയാസും വിധിയെഴുതി ഈ ഒരു ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ 55 CRന്റെ ഇടയിൽ വന്നു നിൽക്കുമെന്ന്. എന്നാൽ ഇപ്പോൾ ചിത്രം ആ ഒരു പ്രവചനത്തെ മറികടന്നിരിക്കുന്നു. ചിത്രത്തിന്റെ 18 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 57 CRൽ ചിത്രം ഇടം പിടിച്ചിരിക്കുന്നു. 18ാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് 50 ലക്ഷത്തിന്റെ മുകളിലാണ് ചിത്രത്തിന്റെ കളക്ഷൻ. കേരളത്തിൽ നിന്ന് മാത്രമല്ല GCCയിൽ നിന്നും അതുപോലെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നൊക്കെ ഈ ഒരു ചിത്രത്തിന് മൊത്തം നല്ല രീതിയിലുള്ള ഒരു സ്റ്റഡി കളക്ഷനാണ് വരുന്നത്. 18ാം ദിവസം മാത്രം ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 1 കോടിക്കടുത്താണ്. ചിത്രം ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്നും 23 CR കളക്ഷൻ നേടിയിട്ടുണ്ട്. 2024ൽ 3 സിനിമകളാണ് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത്. ആ ഒരു ലിസ്റ്റിലാണ് മമ്മൂക്കയുടെ ബ്രഹ്മയുഗം കയറിയിരിക്കുന്നത്. അബ്രഹാം ഓസ്ലർ എന്ന ചിത്രത്തിന്റെ കളക്ഷനെയാണ് മറികടന്ന് കേരളത്തിൽ 3ാം സ്ഥാനത്തേക്ക് ബ്രഹ്മയുഗം എത്തപ്പെട്ടത്. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ആടുജീവിതം മൂവി തിയേറ്ററിൽ എത്തുന്നത് വരെ ബ്രഹ്മയുഗം സിനിമയ്ക്ക് തിയേറ്ററിൽ തുടരാൻ സാധിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ എന്തായാലും 60 കോടിക്ക് മുകളിൽ എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. മാർച്ച് 28ാം തീയതിയാണ് ആടുജീവിതം തിയേറ്ററിൽ എത്തുന്നത്. ഇനിയും 25ഓളം ദിവസങ്ങളുണ്ട് സിനിമ റിലീസാവാൻ. അതിനിടയിൽ വേൾഡ് വൈഡ് നിന്ന് ബ്രഹ്മയുഗം മൂവി എന്തായാലും 3 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരിക്കും. ഹിന്ദി വെർഷനും കൂടെ റിലീസായിട്ടുണ്ടെങ്കിൽ ഈസി 60 കോടിയിൽ ഇടം പിടിക്കുന്ന ചിത്രമായി തീരാൻ ബ്രഹ്മയുഗത്തിന് സാധിക്കുമായിരുന്നു. എന്നാൽ ഹിന്ദി റിലീസിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല.